അള്ളാഹു മനസ്സിലേക്കല്ലേ നോക്കുന്നത്, അതിനാൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ. ഈ വാദത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഈ ചോദ്യത്തിലൂടെ സമാനമായ ചോദ്യങ്ങൾ ധാരാളം കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുകയുണ്ടായി. എല്ലാവരും ചോദിക്കുന്നത് അള്ളാഹു മനസ്സിലേക്കല്ലേ നോക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ 100 റക്കയത്തിന് അഥവാ വല്ലവരും നമസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ റക്കയത്ത്, അതല്ലെങ്കിൽ ഷാബാൻ 15-ന് അത് ബറാഅത്തിൻ്റെ നോമ്പ് എന്നുള്ള പ്രത്യേക നോമ്പ് എന്ന് പരിഗണിച്ച് നോമ്പ് നോൽക്കുന്നത്, അപ്പോൾ അത് നോമ്പ് നോൽക്കല്ലേ, നമസ്കരിക്കല്ലേ, അതൊക്കെ ആത്മാർത്ഥമായി കൂലി കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ലേ? അപ്പോൾ അള്ളാഹു ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത്? എന്തിനാണ് നമസ്കരിക്കുന്ന ആളുകളെ തടയുന്നത് എന്നാണ് ചോദ്യം. മുസ്ലിം ഉമ്മത്തിന് വളരെ വലിയ അബദ്ധം പറ്റിയിട്ടുള്ളൊരു വിഷയമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഹൃദയത്തിലേക്ക് മാത്രമല്ല നോക്കുന്നത്, മറിച്ച് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലാകിൻ അല്ലാഹ യൻളുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കും നോക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നോക്കും. അപ്പോൾ ഹൃദയത്തിലേക്ക് മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ ഷിർക്കിൽ നിന്ന് മുക്തമായിരിക്കുകയും പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്. ആരെങ്കിലും ഒരു കാര്യം ചെയ്തു, ആ വിഷയത്തിൽ നമ്മുടെ കൽപ്പനയില്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അപ്പോൾ അയാൾ പ്രവർത്തിച്ചത് ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഞാൻ പഠിപ്പിക്കാത്തതാണെങ്കിൽ അത് തള്ളപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസിലുള്ളത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിലില്ലാത്ത പുതിയതാരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടും. അയാളുടെ ആത്മാർത്ഥത പരിഗണിച്ചു സ്വീകരിക്കുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിച്ച് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ഇത് ചോദിക്കുന്ന ആളുകളോട് അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരാൾ മസ്ജിദുൻ നബവിയിൽ പോയി വളരെ ആത്മാർത്ഥമായി ഉംറ ചെയ്താൽ ആ ഉംറ അല്ലാഹു സ്വീകരിക്കും? ഇല്ല. ഉംറ മസ്ജിദുൽ ഹറമിൽ തന്നെ ചെയ്യണം. ഒരാൾ വളരെ ആത്മാർത്ഥമായി ഹജ്ജ് റമളാനിൽ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും? ഇല്ല. എന്തുകൊണ്ട്? കാരണം റമളാനിലല്ല ഹജ്ജ് നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ വളരെ ഇഖ്ലാസോടു കൂടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? അതേപോലെ തന്നെ ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ഏതായാലും പ്രയാസപ്പെട്ട് രാവിലെ എഴുന്നേറ്റു, അതുകൊണ്ട് സുബൈ നമസ്കാരം ഞാനൊരു 10 റക്അത്ത് നമസ്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ഒരാൾ വിചാരിച്ചിട്ട് ബാക്കിയുള്ള 8 റക്അത്തിലും വളരെ ആത്മാർത്ഥമായി ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി എന്ന് വിചാരിക്കുക, ആ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ? സ്വീകരിക്കപ്പെടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും വളരെ ആത്മാർത്ഥമായി കൊടുത്താൽ അള്ളാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. അപ്പോൾ നാം ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇത് പഠിക്കുന്നിടത്തും പഠിപ്പിക്കുന്നിടത്തിലും പല പിഴച്ച കക്ഷികളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത്, അള്ളാഹു മനസ്സിലേക്കല്ലേ നോക്കുന്നത്, നമസ്കാരമല്ലേ, നോമ്പല്ലേ, അതിനെന്താ കുഴപ്പം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ പാടുള്ളൂ. റസൂല് പ്രത്യേകത കൽപ്പിക്കാത്തതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിക്കാത്തതോ ആയ നമസ്കാരങ്ങളോ നോമ്പുകളോ ഒന്നും പാടില്ല. ദിവസങ്ങൾക്കോ സമയങ്ങൾക്കോ മാസങ്ങൾക്കോ നമ്മുടെ വക പുണ്യം കൽപ്പിക്കാൻ പാടില്ല. അന്ന് പ്രത്യേക ഇബാദത്തുകൾ ഉണ്ട് എന്ന് പറയാൻ പാടില്ല. ഒരു ദിക്ർ പോലും അധികം ചൊല്ലാൻ വേണ്ടി നമ്മുടെ വകയായി പറയാൻ പാടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി സുന്നികളായ ആളുകളോട് തന്നെ ചോദിക്കട്ടെ, മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞല്ലോ 100 റക്അത്ത് നമസ്കാരം ബിദ്അത്താനി മുൻകറത്താനി ഖബീഹത്താൻ എന്നാണ് പറഞ്ഞത്. അത് ബിദ്അത്താണ്, വെറുക്കപ്പെട്ട വളരെ മോശമായ ബിദ്അത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണ്? 100 റക്അത്ത് നമസ്കാരമല്ലേ, ഫാത്തിഹ ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ഇതൊക്കെ 10 തവണ വീതം ഓതണം, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. പിന്നെ എങ്ങനെയാണ് ഇത് ബിദ്അത്താകുന്നത്? നിങ്ങൾ പറയൂ. നിങ്ങൾ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ്, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതനാണ്. അദ്ദേഹം എങ്ങനെയാണ് നമസ്കാരം ബിദ്അത്താണ്, വെറുക്കപ്പെട്ടതാണ് എന്ന് പറയുക? നമസ്കാരം നല്ല കാര്യമല്ലേ, ആത്മാർത്ഥമായി ചെയ്താൽ എന്താ അതിന് കൂലി കിട്ടൂലേ? ഷാബാൻ 15-ന് പ്രത്യേകതയില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അപ്പോൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ദിവസത്തിന് പോരിശയുണ്ടെങ്കിൽ ആ പോരിശ റസൂല് പറഞ്ഞിടത്ത് അവസാനിക്കുമെന്നല്ലാതെ നമ്മുടെ വക അന്ന് പ്രത്യേകം ചില നമസ്കാരങ്ങളോ നമ്മുടെ വകയായിട്ടുള്ള നോമ്പുകളോ പാടില്ല. അത് ബിദ്അത്താകുന്നത് എന്തുകൊണ്ടാണ്? ഇമാം നവവി അത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ദുർബലമാണ്. അപ്പോൾ ദുർബലമായ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് വളരെ കൃത്യമായി അറിയപ്പെട്ട കാര്യമാണ്. കെട്ടിച്ചമയ്ക്കപ്പെട്ട ഹദീസുകൾ കൊണ്ട് നമ്മൾ അമല് ചെയ്യാൻ പാടില്ല, അതാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ധാരാളം സംശയങ്ങൾക്ക് മറുപടിയായിത്തീരുന്നതാണ്. ഈ കാര്യം മാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കുക. അതാണ് വളരെ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്, പറയാനുള്ളത്.